പ്ലസ് ടു പഠിക്കുന്നവരോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവരായിട്ടുള്ള ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപയോഗപ്പെട്ടേക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതേപോലെ ഡിസൈനിങ്ങിൽ 3 കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഈ കോളേജിന്റെ പേര് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ പേര്, കാരണം നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിക്കുന്ന ഒരു പേരാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചിത്രം, അതായത് ഇത് ടാഗോറാണ്, ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ള കോളേജാണ് ഈ വിശ്വഭാരതി എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു പേരെങ്കിലും കുറേ അധികം പേര് കേട്ടിട്ടുണ്ടാവും. ബംഗാളിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഡിസൈനിൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കാണുന്ന 3 കോഴ്സുകളാണ്. അതായത് സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈൻ. 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ എങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ CUT ആണ്. അപ്പോൾ CUT കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. പ്ലസ് ടു പഠിക്കുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് എഴുതി വിടുന്ന ഒരു എക്സാമാണ് CUT. അതിന്റെ തന്നെ ജനറൽ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. ഇതിന്റെ ഫീസ് സംഭവങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വിശ്വഭാരതിയിൽ ഫീസ് വളരെ കുറവുള്ള ഒരു സ്ഥാപനമാണ്. ഒരു വർഷം നമുക്ക് 10,000-ന് താഴെയൊക്കെ വരുള്ളൂ. പക്ഷെ അതിൽ അക്കോമഡേഷൻ സംഭവങ്ങളൊന്നും വരില്ല, അത് നിങ്ങൾ എക്സ്ട്രാ ഒന്ന് നോക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ അത് നല്ലൊരു കുറവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇവിടെ മലയാളികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ ഇവിടുത്തെ പഠന രീതികളൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാവുന്നത് പോലെ ഈ ടാഗോറിന്റെ ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനമാണത്. അപ്പോൾ പഠന രീതികളും പെഡഗോജിക്കൽ മെത്തേഡ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, നിങ്ങൾക്ക് അങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം കൈൻഡ് ഓഫ് ഒരു ഹോൾ ഇന്ത്യൻ എക്സ്പോഷറും ഒരു പരിധിവരെ ഇന്റർനാഷണൽ എക്സ്പോഷറും ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ശാന്തിനികേതൻ വിശ്വഭാരതിയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മലയാളികളൊക്കെ ഉണ്ടോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ട്. അതായത് ഞാനും ഇപ്പോൾ പഠിക്കുന്ന IIT ഖടഗ്പൂരാണ്. അത് വെസ്റ്റ് ബംഗാളിൽ തന്നെ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. അത് വെക്കേഷൻ ഒന്നും ആയിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ബോഗിന്ന് ഇങ്ങനെ മലയാളം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ അവരോട് പോയിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഈ വിശ്വഭാരതിയിലത്തെ കുട്ടികളായിരുന്നു. അവരും എന്നെ പോലെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവരോട് കോഴ്സ് സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരാൾ, ബേസിക് സയൻസിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, ഒരാൾ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ആൻഡ് സെറാമിക് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയും മലയാളികളും ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ കോഴ്സിനൊക്കെ ആരാണ് കേരളത്തിൽ നിന്ന് ഈ ബംഗാളിൽ പോയി പഠിക്കുന്നത്. പക്ഷെ അല്ല, ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ട്, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇത് തിരഞ്ഞ് കണ്ടുപിടിച്ച് പോയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ സംഭവങ്ങളൊന്ന് ഇന്റർനെറ്റിൽ സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക. ഞാൻ അതിന്റെ ഒഫീഷ്യൽ ലിങ്ക്സ് സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്